ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് വിശപ്പില്ലാന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതാ. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കില് സമാധാനം നഷ്ടപ്പെടും. വല്ലവരുടെ മുതലെടുക്കുമ്പോ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. എന്റെ അമ്മ ആരുടെ ഒന്നും എടുത്തിട്ടില്ല, അങ്ങനെ എടുക്കേയില്ല. പിന്നെ ആ വള അവിടെ കൊണ്ടിട്ടത് നീയാണോ? നീയാണോ അത് മോഷ്ടിച്ചത്? ഇങ്ങനെയുള്ളവരൊക്കെ എന്തുറപ്പില്ല ഞാൻ ഇവിടെ നിർത്തുന്നത്? കയ്യിൽ കിട്ടുന്നത് എടുത്തോണ്ട് നിങ്ങൾ പോയാ ഞങ്ങള് പിന്നെ എന്തു ചെയ്യും? നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയി തരാം. എന്റെ മുഖത്ത് നോക്കി ആരും ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നൊന്നും ഞാൻ പറയില്ല. മര്യാദക്കാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. നിനക്കൊരു ധാരണയുണ്ട്, നീ ഏതോ വലിയ നായികയാണെന്ന്. നിന്നെക്കാളും കൂടുതൽ അഭിനയം അറിയാവുന്നവളായി ഞാൻ. ആ എന്റെ മുന്നില് നീ ഇവിടെ കൂടുതൽ അഭിനയം ഒന്നും കാഴ്ചവെക്കണ്ട, മനസ്സിലായോ? നീ ഇവിടുന്ന് പോവണ്ട. അങ്ങനെ നീ പോവാൻ തീരുമാനിച്ചാലും നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നിന്റെയൊക്കെ സ്വഭാവവും അഹങ്കാരവും മാറ്റിയിട്ടേ ഇവിടുന്ന് ഞാൻ വിടും. അതെങ്ങനെ മാറ്റണമെന്നും എനിക്ക് നന്നായിട്ടറിയാം. ആ, നിന്റെ മുഖത്ത് ഈ സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത തരത്തിൽ നിലവാരം കുറഞ്ഞ ഒരു ഭാവം ഞാൻ കാണുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. നിനക്ക് അത്രയ്ക്ക് വൈകാരിക തോന്നുന്നുണ്ടെങ്കില് അത് നീ ഇപ്പൊ തന്നെ നിർത്തിക്കോണം. അല്ലെങ്കിൽ ഇവർക്ക് മുന്നേ ഇവിടുന്ന് പോവാൻ പോകുന്നത് നീയായിരിക്കും. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ മോളെ, എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ വന്നതാ സർ. പക്ഷേ മനസ്സിലായി, ബാക്കി നീയൊന്നും പറയണ്ട. ഒരു ദിവസം ആരുടെയെങ്കിലും കണ്ണ് നനച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ലല്ലേ? ഞാൻ ഇവിടുന്ന് ആരോടും ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഉണ്ടായതുപോലെ ഇനി ആവർത്തിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. നീ ഇനി ഒന്നും പറയണ്ട. ഇനി നിന്ന് താളം ചവിട്ടാതെ അകത്ത് കയറിപ്പോ.